ആഡ്സ് ഇൻ ദ ലേണിംഗ് ഹബിലെ നമ്മളെ ഇന്നത്തെ പുതിയൊരു സക്സസ് സ്റ്റോറി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളെ കൂടെ ഉള്ളത് അബിനാണ്. നമ്മളെ ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബാച്ചിലർ സ്റ്റുഡൻ്റ് ആണ്. ഹായ് അബിൻ. ഹായ്. ഓക്കെ, ആക്ച്വലി അബിൻ ദുബായിലൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? ഈ കോഴ്സ് ബിസിനസിന്റെ ഇൻ ബിറ്റ്വീൻ ആണല്ലേ എടുത്തത്? അതെ അതെ, ഈ കോഴ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ബിസിനസ് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ്. ഒരു സ്റ്റാർട്ടപ്പ് ഇപ്പോൾ ദുബായിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പം ആസ് എവരി വൺ നോ, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലം ഡിജിറ്റലിൻ്റെ കാലമാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ഒരു സെയിൽസ് ആൻഡ് സർവീസ് ആണെങ്കിൽ തന്നെ അതിൽ ഇതിൻ്റെ ഒരു പങ്ക് വളരെ വലുതാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ നമ്മൾ നോർമലി ഇപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം നമ്മൾ ടി വി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം ഏതൊരു വീട്ടിലൊരു ചെറിയൊരു ബേബി ആണെങ്കിൽ തന്നെ ഫുൾ ടൈം റീൽസും അതേമാതിരി ഫോൺ അഡിക്റ്റ് ആണ്. കാരണം നമ്മളിപ്പോൾ നമ്മളൊരു ലൈഫിൽ, ഒരു ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ മെജോറിറ്റി ടൈമും നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണാണ്. അതേപോലെ നമ്മളൊരു രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ നമ്മൾ ബ്രഷ് ചെയ്യുന്നതിന് പകരം ആദ്യം എടുത്ത് നോക്കും നമുക്ക് വല്ല മെസ്സേജസ് വന്നിട്ടുണ്ടോ, വന്നിട്ടുണ്ടോ. അതെ, നമ്മളൊരു ഇപ്പോൾ എന്താ ഈ സോഷ്യൽ മീഡിയ അതേമാതിരി ഈ ഒരു ഡിജിറ്റൽ എന്നുള്ളൊരു സംഭവം നമ്മളിപ്പോൾ ഒരു ഡേ ടു ഡേ ലൈഫിൽ വളരെ ഒരു പാർട്ടായിരിക്കുന്നു. ഒരു ഫുഡിനെക്കാട്ടും ഒരു മേജർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നു ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതെ, അപ്പോൾ ഇനി ഇവിടെ തൊട്ട് അങ്ങോട്ടുള്ള കാലം അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ മനസ്സിലാക്കി. അതുകൊണ്ട് എൻ്റെ ബിസിനസ് ഇനി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താലും അതിൻ്റെ ഒരു അപ്ഗ്രഡേഷനും ഒക്കെ ആയിട്ട് ഇത് മസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ഇത് പഠിച്ച കാര്യങ്ങളും ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അബിൻ അല്ലെ. വൈ ആഡ്സിൻ എന്ന് വെച്ചാൽ എന്താ പറയും? വൈ ആഡ്സിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഹാവ് സീൻ യുവർ അഡ്വർടൈസ്മെന്റ്. ഞാൻ ഒരുപാട് അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടുണ്ട്. കാരണം നിങ്ങളെ കോൺവെക്കേഷൻ പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ട്, ദ വേ ഓഫ് ടീച്ചിങ്. കാരണം ക്ലാസ്സസ് ഞാൻ യൂട്യൂബിലൊക്കെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ യൂട്യൂബ് അതേമാതിരി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ദ വേ ഓഫ് ടീച്ചിങ് ആൻഡ് ദ മെന്റേഴ്സ് ഇസ് ഗുഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടീച്ചിങ്ങിനും കാര്യങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞു. അതെ, അപ്പോൾ നോക്കുന്ന സമയത്ത് ഹൗ വാസ് ദ ഓൺലൈൻ മെന്ററിങ് സപ്പോർട്ട്? ഓൺലൈൻ മെന്ററിങ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഖത്തറിന്ന് നാട്ടിൽ വന്നിട്ട് ദുബായിലേക്ക് പോകുന്ന ആ ഒരു ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ ആണ് ഞാൻ ഈ കോഴ്സ് സെലക്ട് ചെയ്തത്. അപ്പോൾ മെജോറിറ്റി ക്ലാസ്സസും ഞാൻ അറ്റൻഡ് ചെയ്തത് ഖത്തറിന്നാണ്. ഖത്തറിന്നും അതേപോലെ ബാക്കിയുള്ള ക്ലാസ് ദുബായിൽ നിന്നാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. പിന്നെ ദ സപ്പോർട്ട് ഓഫ് യുവർ മെന്റേഴ്സ് ഐ ഹാവ് സക്സസ്ഫുള്ളി അച്ചീവ്ഡ് ദ പ്രോഗ്രാം. ഓക്കെ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇപ്പം ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന സംശയമാണ് ഓൺലൈനായിട്ട് പഠിക്കുകയാണ് അല്ലേ. ഓൺലൈനായിട്ട് പഠിക്കുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലേ. എന്തൊക്കെയായിരുന്നു അബിൻ ഫേസ് ചെയ്ത ചലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. കാരണം ഇതിപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യാൻ കാരണം തന്നെ അവർക്ക് ടൈമില്ലാത്തത് കൊണ്ടാണ് ഓൺലൈനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത് എന്താ വെച്ചാൽ ഒന്നെങ്കിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, എംപ്ലോയീസും ഒക്കെ പല സെക്ഷനിലും. ഒന്നാമത് ഇവിടെ ഔട്ടർ ഇന്ത്യ ഒക്കെ ആയിരിക്കും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്നത് ഓൺലൈനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം കണ്ടെത്തണം എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മളൊന്നും കാണണ്ടല്ലോ നമ്മൾ ഇതിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഫുള്ളായിട്ടുള്ളൊരിത് നമ്മൾ ഹാർഡ് വർക്ക് നമ്മൾ ചെയ്യണം തീർച്ചയായിട്ടും. എന്നാലേ ഉള്ളൂ നമുക്ക്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കോഴ്സസ് നമ്മൾ ചെയ്യരുത്. അതെ, ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓൺലൈനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം എന്താ പറയുക, ഈ എഡ്യൂക്കേഷണൽ ഹബ്ബ് നമുക്ക് തരുന്ന ഈ ഓപ്പർച്യൂണിറ്റീസൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. അതേപോലെ നമ്മൾ എപ്പോഴും മെൻറ്റേഴ്സായിട്ട് കോണ്ടാക്ട്സ് വെക്കുക, അങ്ങനെ ഡൗട്ടുകൾ ചോദിക്കുക. ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു പാർട്ടാണ്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ബിസിനസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം കറന്റ്ലി നിങ്ങളെ ബിസിനസ് ഇപ്പം ഇനീഷ്യൽ സ്റ്റേജിലാന്നുള്ള കാര്യം പറഞ്ഞു. ഇപ്പം എന്താണ് ബിസിനസ്സിലെ ഫ്യൂച്ചർ ഗോൾസ് അല്ലെങ്കിൽ പ്ലാൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത്? ഫ്യൂച്ചർ ഗോൾസ് എന്ന് പറയുന്നത് ഇനിയൊരു അപ്കമിങ് ഒരു 5 years കൊണ്ട് ദുബായിലുള്ള ഒരു നമ്പർ 1 കമ്പനി ആവാനുള്ളൊരു പ്ലാനാണ്. തീർച്ചയായിട്ടും. കറന്റ്ലി ഇപ്പോൾ എത്ര എംപ്ലോയീസ് നിങ്ങളെ അണ്ടറിൽ? ഇപ്പോൾ ഹയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഖത്തറിൽ ഇപ്പോൾ ബിസിനസ് റൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഫാദറാണ് ഇപ്പോൾ നോക്കുന്നത്. അവിടെ ഒരു 36 എംപ്ലോയീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഞാനിവിടെ ദുബായിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു സ്റ്റാർട്ടിങ് പീരീഡിലാണ്. അതെ, ഓക്കെ. സോ അബിൻ, ഒരുപാട് പേരെ ഒരു തോട്ടാണ് ഈ കോഴ്സ് പഠിക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള ക്വാളിഫിക്കേഷൻസ് വേണം, അങ്ങനെ കാര്യങ്ങൾ. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പിന്നെ ബേസിക്കലി ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ +2 കഴിഞ്ഞവരും പഠിക്കുന്നുണ്ട്, ഡിഗ്രി കഴിഞ്ഞവരും പഠിക്കുന്നുണ്ട്, MBA കഴിഞ്ഞിട്ടും പഠിക്കുന്നുണ്ട്. ഈവൻ ഐ ആം MBA. ഞാൻ ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്തതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിയുന്ന എത്ര പെട്ടെന്ന് നമ്മൾ പഠിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തുക. കാരണം നമ്മൾ
ക്വാളിഫിക്കേഷൻ മസ്റ്റാണ്. കാരണം നമ്മൾ ഇനിയിപ്പോൾ ഞാൻ പഠിക്കണമെന്നല്ല പറയുന്നത്, ഇപ്പോൾ ഡിഗ്രിയും പി ജിയും എല്ലാം നമുക്ക് വേണം ശരിക്കും. പക്ഷേ നമ്മൾ ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഒറ്റ തോട്ടിൽ നിൽക്കണം. കാരണം ഞാൻ ഇനി ഈ ഒരു ലെവലിൽ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ ഒരു ഹെഡ് ആകും എന്നുള്ളൊരു ലെവലിൽ നമ്മൾ ചിന്തിച്ചാലേ ഉള്ളൂ. ഇതെന്നല്ല, ഏത് കോഴ്സ് എടുത്താലും പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അടുത്താണോ, അല്ലാണ്ട് നമ്മൾ എന്തിൻ്റെയും കൂടെ നമ്മൾ ഈ ഒരു കോഴ്സ് വെറുതെ ചെയ്തിട്ട് നമ്മൾ കാര്യമില്ല. ഇതേപോലെ ഒരുപാട് വേറെ കോഴ്സുകളുണ്ട്. അപ്പോൾ നമ്മൾ അഡ്മിഷൻ എടുത്ത് 2 മാസം പോകും, പിന്നെ പോവില്ല, പിന്നെ നമ്മളത് ഡ്രോപ്പ് ചെയ്ത് പിന്നെ വേറെ കോഴ്സ് പഠിക്കാൻ പോകും. അങ്ങനെ നമ്മൾ എവിടെയും ടച്ച് ഇല്ലാണ്ട് പോയിട്ട് കാര്യമില്ല. നമ്മൾ എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹെഡിലെത്തണം, ടോപ്പിലെത്തണം എന്നുള്ള മറ്റൊരു മെൻറ്റാലിറ്റിയിൽ നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ വി ക്യാൻ ബി സക്സസ് ഇൻ അവർ ലൈഫ്. ഓക്കെ. ഇനി ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് വരണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട്. അപ്പോൾ അവരോട് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയൊരു അഡ്വൈസ് എന്തായിരിക്കും? തീർച്ചയായിട്ടും അഡ്വൈസ് എന്ന് പറയുന്നത് മെയിൻലി ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ഒരു ഫ്യൂച്ചറിലേക്ക് നമുക്ക് എന്താണ് ഇമ്പോർട്ടൻറ്റ്. കാരണം പഴയ കാലം മാതിരി ഡോക്ടർ, എൻജിനീയർ എന്നുള്ള ഒരു സംഭവം അല്ലാണ്ട് ഒരുപാട് ലൈഫ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കോഴ്സസും, അതേപോലെ പഴയ കാലമല്ല, ഇവിടുത്തെ ഡിജിറ്റലിൻ്റെ കാലമാണ്. അപ്പോൾ അതിൻ്റെ ആ ലെവലിൽ നമ്മളൊരു ഇപ്പോഴുള്ള എന്തെങ്കിലും പഠിക്കുക എന്നുള്ളതല്ലാണ്ട് നമ്മൾ ഒരു ഫ്യൂച്ചറിലേക്ക് നമ്മൾ ചിന്തിച്ചിട്ട് ഫ്യൂച്ചറിൽ നമ്മൾ ഈ ഒരു എർത്ത് അല്ലെങ്കിൽ നമ്മുടെ ഗ്ലോബ് എന്താകും, അതെ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ലെവലിൽ വേണം നമ്മൾ അത് പഠിക്കാൻ. ഇതെന്നല്ല കേട്ടോ, ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പോൾ ഇതും ഒരു വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കോഴ്സ് തന്നെയാണ്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് പഠിക്കുക, ലൈഫ് സക്സസ് ആവും. ഓക്കെ. സോ ഇതാണ് നമ്മളെ ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റുഡൻ്റ് അബിന് പറയാനുള്ളത്. അപ്പോൾ ഇതുപോലത്തെ സക്സസ് സ്റ്റോറീസ് ആയിട്ട് ആഡ്സ് ഇൻ ദ ലേണിംഗ് ഹബ് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ താങ്ക് യു അബിൻ ഫോർ ജോയിനിങ്.